നമ്മൾ നിർജീവ കാലിൽ പെപ്പർ കൃഷി ചെയ്യാനുള്ള പ്ലാനിങ്ങിൽ ഈ നിർജീവ കാലുകൾ വാർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുറച്ച് കാലുകളെല്ലാം വാർത്ത് കഴിഞ്ഞു. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 100 പോസ്റ്റാകുന്ന വരെ വാർക്കുക. ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഒരു 100 പോസ്റ്റ് വാർത്തിട്ട് പ്ലാന്റ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ പോസ്റ്റുകളൊക്കെ വാർത്ത് കഴിഞ്ഞു, ഇനിയും വാർക്കാനുണ്ട്. അപ്പോൾ ഒരു 1000 രൂപയുടെ ഉള്ളിലോട്ട് നമ്മുടെ ബഡ്ജറ്റ് 14 അടി കാല് സിമെൻറ്റ് പോസ്റ്റ് 14 അടി. അപ്പോൾ ഒരു 2.5 അടിയോളം മണ്ണിൻ്റെ അടിയിൽ പോയി പറഞ്ഞാൽ പിന്നെ 11.5 അടിയോളം നമുക്ക് ഹൈറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാഴ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഈ പെപ്പർ പ്ലാന്റ് ചെയ്യും. നമ്മൾ ഇതെങ്ങനെയാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ഏത് രീതിയിലാണ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത്, ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ എങ്ങനെയാണെന്നുള്ളത് കാണിക്കുമായിരിക്കും. ഇത് 6 ഇഞ്ച് വീതിയുള്ള ഒരു അച്ചിനുള്ള 2 പ്ലേറ്റ് വാങ്ങിച്ചാണ്. അപ്പോൾ 6 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 14 അടിക്ക് വെച്ചിട്ട് ഓരോരോ പ്ലേറ്റ്. അപ്പോൾ അതിൻ്റെ ഇത് ഇപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2 പോസ്റ്റാണ് ഒന്നിൽ പ്രോഡക്റ്റ് ആകുക. അത് വെച്ചാൽ 3 ഇഞ്ച് കനവും 4 ഇഞ്ച് വീതിയും അങ്ങനെയുള്ള പോസ്റ്റാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം വന്ന് ഒരച്ചിൽ വെച്ച് പറഞ്ഞാൽ 2 പോസ്റ്റാണ് പ്രൊഡക്റ്റ് ആകുക. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ നമ്മൾ ഒരു 3 ഇഞ്ച് കനത്തിൽ കലവിയിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്തതിന് ശേഷം എഗൻ മേലെ പേപ്പർ, അതിൻ്റെ മേലെ പേപ്പർ വെച്ച് വീണ്ടും അതിൻ്റെ മേലെ കലവിയിടും, കമ്പിയൊക്കെ വെച്ചിട്ട് കലവിയിടും. അത് ആ പൊസിഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ചീപ്പ് ആൻഡ് ബെസ്റ്റ്. സ്വന്തമായി ചെയ്യുകയാണെങ്കിൽ ചിലവ് വളരെ കമ്മി. ഇതിന് 2 ആൾ കൈയാൾ മതി നമുക്ക്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ 2 ആൾ. ഈ വന്നിട്ട് വച്ചതിന് ശേഷം 4 ഇഞ്ചിൻ്റെ ഒരു ചെങ്കല്ല് വെച്ച് അതിൻ്റെ സെൻറ്റർ എൻഡിൽ വെക്കുക. എന്നിട്ട് ഇങ്ങനെ നല്ല കമ്പി എടുത്തിട്ട് അടിച്ച് അതിനെ ഫിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഓക്കെ. അപ്പോൾ 2 കമ്പി ഇപ്പം പിന്നെ സെൻറ്റർ പോർഷനിലും 2 കമ്പി അടിക്കുക. അപ്പോൾ കുറച്ചും കൂടിയിട്ട് അപ്പോൾ ഈ അടിയിൽ ലെവലിങ് ശരിയല്ല പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് ലെവൽ ശരിയല്ലാത്ത പറഞ്ഞാൽ അവിടെ വന്നിട്ട് കുറച്ച് മണ്ണോ അല്ലെങ്കിൽ ഇങ്ങനെ വേസ്റ്റ് പൊടികൾ ഇട്ടിട്ട് അതിനെ ലെവൽ ചെയ്തിട്ട് വേണം പേപ്പർ വിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറച്ചും കൂടി ഗ്യാസ് ആ സൈഡ് അതൊക്കെ മൂടില്ല. അത്രയൊക്കെ നല്ല ഗ്യാസുണ്ട്. ഇപ്പോൾ ലെവലിങ് ചെയ്യണം. അടിഭാഗം നമ്മുടെ സ്ഥലം വന്നിട്ട് ലെവലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ സുമാറ് മാക്സിമം ലെവൽ ചെയ്തിട്ട് വേണം നമ്മൾ പേപ്പർ വിരിച്ച് കമ്പിയിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. പിന്നെ ലെവലുള്ള സ്ഥലം കിട്ടില്ല. ഇതിപ്പോൾ ഏത് കാട്ടിലും പോയിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയാണ്. ഏതെങ്കിലും 2 പോസ്റ്റ് ചെറിയൊരു 1 മീറ്റർ സ്ഥലം കിട്ടിയെങ്കിൽ ഒരു 6 പോസ്റ്റ് വരയ്ക്ക് അതിൽ പാർക്കാൻ കഴിയും. ലെങ്ത് ഒരു 14 അടി കിട്ടിയാൽ മതി എവിടെയും. അപ്പോൾ ലെവലില്ല പറഞ്ഞാൽ നമ്മൾ ഈ അടിച്ചതിന് ശേഷം ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തുള്ള പരിസരത്ത് മണ്ണോ എന്തെങ്കിലും എന്താ കിട്ടണം അത് ഇട്ട് ലെവൽ ചെയ്യുക. ലെവൽ ചെയ്തിട്ട് പിന്നെ പേപ്പർ വയ്ക്കുക. ലെവൽ ചെയ്തതിന് ശേഷം പിന്നെ കെട്ടിയ കമ്പി നമ്മൾ ഇടുന്നത് 8 mm കമ്പിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 കമ്പിയാണ് 8 mm ഇടുന്നത്. അതിൽ വന്നിട്ട് 6 റിങ് ഇടുന്നുണ്ട്. അപ്പോൾ റിങ് ഇടുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് 3 ഇഞ്ചിൻ്റെ ആയതുകൊണ്ട് റിങ് വന്നിട്ട് നമ്മൾ കിടത്തി വെച്ച് ഒരു 1/2 ഇഞ്ച് ഹൈറ്റിലാണ് 3ാമത്തെ കമ്പി ഇടുന്നത്. അത് കാണിച്ചു തരാം. പണിക്കാർക്ക് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്ത് പറഞ്ഞാൽ പിന്നെ നമുക്ക് അധികം പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അവർ വന്നിട്ട് കറക്റ്റായിട്ടൊക്കെ ചെയ്യും. നമ്മൾ കലവ കുത്തി നമ്മളതിൻ്റെ ഫിക്സിങ് ചെയ്യുന്നതെല്ലാം കമ്പി എടുത്ത് കറക്റ്റായിട്ട് കലവ കരണ്ടിയൊക്കെ എടുത്ത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. 2 സൈഡും നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട്. എവിടെ ഒരു ഗ്യാപ്പില്ലാതെ കിട്ടി പറഞ്ഞാൽ പോസ്റ്റ് വെൽ. ഓക്കെ, ഇതിപ്പോൾ 2 വാർത്തിട്ടിരിക്കുകയാണ്. ഒരു ദിവസം മാക്സിമം
ഒരു 10 പോസ്റ്റ് വാർക്കാം, ഒരു 2 ആളിനെയും വെച്ചിട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ വെച്ചാൽ 5 പോസ്റ്റ് ഫുള്ളായിട്ട് വാർത്ത് പറഞ്ഞാൽ 10 പോസ്റ്റായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ കമ്പി എടുത്ത് അതിൽ ലെവൽ ചെയ്യും. അത് ഈ രീതിയിലാണ് കെട്ടിയിരിക്കുന്ന കമ്പി. അത് വെച്ചാൽ അടിയിൽ 2 കമ്പിയും മുകളിലൊരു കമ്പിയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഗ്യാപ്പ് വന്നിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പ് കിട്ടും. ആ വളയം വന്ന് കിടത്തി വെച്ച് കെട്ടി 2 കമ്പിയിൽ കെട്ടിയിട്ട് മുകളിലത്തെ കമ്പിയിൽ വന്നിട്ട് അതിൻ്റെ എൻഡ് കെട്ടുമ്പോൾ നമുക്ക് ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടും. അങ്ങനെയാണ് മൊത്തം പോസ്റ്റ് 3 ഇഞ്ച് കനത്തിൽ 4 ഇഞ്ച് വീതിയിൽ നമ്മൾ വാർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇട്ടോ കമ്പി വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ അച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബൾജാകാതിരിക്കാൻ നമ്മൾ ഒരു കമ്പി ഇട്ടിട്ട് നമ്മളതിനെ ടൈറ്റ് ചെയ്തിട്ട് വെക്കണം. ഈ കലവ പൊട്ടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബൾജാകാതിരിക്കുക. ഇപ്പോൾ 3 ഇതിലും നമ്മളിതാ ഈ കമ്പി ഇട്ടിട്ട് ഇതിനെ കെട്ടി വയ്ക്കുന്നു. നല്ല ടൈറ്റായിട്ട് കെട്ടുന്നു. കട്ടിംഗ് ബ്ലേഡ് ഉപയോഗിച്ച് ഇതിനെ തിരിച്ച് ടൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കലവ കൂട്ടുന്നത് 2 പോസ്റ്റിന് വന്നിട്ട് 4 പാറപ്പൊടിയും 2 മെറ്റലും, ബേബി മെറ്റൽ. ഇതാണ് ഇതിൻ്റെ മെത്തഡ്. ഇത് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 4ക്ക് 2, എന്നിട്ട് ഒരു കൊട്ട വന്നിട്ട് സിമെൻറ്റും ചേർത്തുക. 4 കൊട്ട മണൽ, 2 കൊട്ട മെറ്റൽ, 1 കൊട്ട സിമെൻറ്റ്. ഈ രൂപത്തിലാണ് നമ്മൾ മിക്സിങ് നടക്കുക. എന്നിട്ട് ഇത് വെച്ചതിന് ശേഷം, അച്ച് വെച്ചതിന് ശേഷം കമ്പിയെല്ലാം വന്നിട്ട് ചെറുതായിട്ടൊന്ന് പൊക്കി ഇങ്ങനെ മൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ വന്നിട്ട് അടിയിൽ കറക്റ്റ് ഫില്ലിങ് നടക്കും. ഓക്കെ, രണ്ട് സൈഡ് നല്ലോണം കൊത്തി കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഗ്യാപ്പ്, എവിടെയെങ്കിലും ഗ്യാപ്പ് ഇല്ലാതെ കിട്ടുള്ളൂ. കലവ കുറച്ച് ലൂസായിട്ട് നമ്മൾ കരുതണം. ഇപ്പോൾ 20 മിനിറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിനെ വന്നിട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന്. ഓക്കെ, 20 മിനിറ്റിനുള്ളിൽ ഒരു പോസ്റ്റ് വാർത്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് അച്ചിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോഴേക്ക് അടുത്ത കലവയ്ക്കുള്ള സെറ്റിങ് നടക്കുകയാണ്. അവിടെ കഴിഞ്ഞു. ഇത് 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കലവയ്ക്കുള്ള സെറ്റിങ് നടക്കും. അച്ചെടുത്തിട്ട് നമ്മൾ വീണ്ടും ഇപ്പുറത്ത് അടിക്കും. ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ അച്ച് 20 മിനിറ്റായി. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ എടുത്ത് മാറ്റുകയാണ്. ഓരോന്ന് അഴിച്ച് ടെമ്പറായിട്ട് ഇത് മാറ്റണം. ഈ കമ്പി കെട്ടിയതിനൊക്കെ അഴിക്കുകയാണ്. കട്ടിംഗ് ബ്ലേഡ് ഉപയോഗിച്ച് പറഞ്ഞാൽ കട്ടിംഗ് ബ്ലേഡ് നല്ല ടൈറ്റ് ചെയ്തിട്ട് 2 റോൾ ഇങ്ങനെ അടിച്ച് പറഞ്ഞാൽ മുകളിലേക്ക് തൂക്കുമ്പോൾ പെട്ടെന്ന് വരും. 2 സൈഡിലും 2 കമ്പി ഉപയോഗിച്ചിട്ട് അതിനെ എടുക്കും, തൂക്കും. ചിലപ്പോൾ കാണിച്ചു തരാം. ആ സൈഡിൽ ഒരാൾ, ഈ സൈഡിൽ ഒരാൾ. അവിടെ കൊണ്ട് മേലെ കൊണ്ട് വെച്ച് ഇതിനെ ഒന്ന് വാഷ് ചെയ്യും. അപ്പുറത്തുള്ള കമ്പി അതൊക്കെ വെളിയിലെടുക്കും. എടുത്ത് കഴിഞ്ഞ് 2 സൈഡിലും വെച്ച് ചെങ്കല്ല് പതുക്കെ തട്ടി മാറ്റും. സിമ്പിളായിട്ട് എടുത്ത് പോസ്റ്റ് ഗുഡായി, ഒരു പ്രോബ്ലം ഇല്ല. ഇതാണ് പോസ്റ്റിൻ്റെ രീതി. ഇതപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 10 ദിവസം 12 ദിവസം നമ്മൾ വെള്ളം നനയ്ക്കണം. ഇതിനെ വെള്ളം നനച്ച് 2 നേരം ഒന്ന് നനവ് കൊടുത്താൽ ഒക്കെ നമ്മൾ ബിൽഡിംഗ് കോൺക്രീറ്റ് ചെയ്യുന്ന ആ രീതിയാണ്. അപ്പോൾ ഇതിനെ വന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊണ്ട് ഒന്ന് തട്ടിവിട്ട് പറഞ്ഞാൽ 2 പോസ്റ്റായി മാറുകയാണ്. ഓക്കെ,
ഇതാണ് രീതി. ഇത് ഓൺലി 700 to 1000 ഉള്ളിലാണ് ഇതിൻ്റെ ചിലവ് വരുള്ളൂ. എങ്ങനെ തന്നെ ചെയ്തോളും. നമ്മൾ ഒരു ഓണർ വന്നിട്ട് അതിൻ്റെ കൂടെ നിന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോബ്ലംസ് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. ഓടിച്ചാടി പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അതൊരു ലിമിറ്റേഷനിൽ ഇല്ലെങ്കിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ക്രാക്ക് ആകാനും പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇനി ഇപ്പോൾ ലഞ്ചിനുള്ള സമയമായി, നമ്മൾ പോവുക.